ഹായ് ഹലോ നമസ്കാരം. സർക്കാരിൻ്റെ വിവിധ ഇനം പെൻഷൻ ലഭിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ചില കാര്യങ്ങളാൽ കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ മുടങ്ങിയ ആളുകളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2000 രൂപ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു നൽകുക. പെൻഷനുകളായ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിതർക്കുള്ള പെൻഷൻ, ഇങ്ങനെയുള്ള പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾ, അതായത് മാസം 2000 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കാണ് ഈ വീഡിയോ. നിങ്ങളുടെ പെൻഷൻ കഴിഞ്ഞ മാസങ്ങളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും സേവന പെൻഷൻ തിരച്ചിൽ എന്നുള്ളതിൽ ആധാർ നമ്പർ അടിച്ച് പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മസ്റ്ററിംഗ്. മസ്റ്ററിംഗ് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കെല്ലാം പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാ മാസവും 5-ാം തീയതി മുതൽ 15-ാം തീയതിക്കുള്ളിൽ അക്ഷയ സെൻ്ററുകളിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും, അതായത് 60 വയസ്സിന് താഴെ വിധവാ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും വർഷം തോറും നൽകാറുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് പിന്നീട് പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുക. ഇത് 2 രൂപേന് നൽകാറുണ്ട്. ഒന്ന് വില്ലേജ് ഓഫീസ് വഴിയും അതല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ വഴിയും. എങ്ങനെയാണെങ്കിലും അത് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതും സേവന പെൻഷൻ തിരച്ചിൽ വഴി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാം, അതല്ലെങ്കിൽ മുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ മറ്റൊന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കൽ. വരുമാന സർട്ടിഫിക്കറ്റ് 2 വർഷം കൂടുമ്പോൾ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതാണ്. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കേ പെൻഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ പെൻഷൻ ഹോൾഡേഴ്സും ഇത് നൽകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാവാം. ഇത്തരത്തിലുള്ള പ്രധാനമായും 3 കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങുക. അതുകൊണ്ട് തന്നെ സേവന പെൻഷൻ തിരച്ചിൽ ഉടൻ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ടാണ് നിങ്ങളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഉടൻ തന്നെ മുടങ്ങുന്നുള്ളതെങ്കിൽ മുടങ്ങിയിട്ടുള്ള കാലയളവിലുള്ള പെൻഷൻ ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടതാണ്. പെൻഷൻ 2000 രൂപ വാങ്ങുന്ന ആളുകൾ ഇത് കൃത്യമായ ഇടവേളയിൽ ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ, ഉദാഹരണമായി വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. പിന്നീട് അത് നമ്മൾ കൊടുക്കുന്ന മുറയ്ക്ക് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രായമായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണമെന്നില്ല. അവർക്ക് പെൻഷൻ മുടങ്ങുമ്പോഴേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ ആളുകളും പെൻഷൻ തിരച്ചിൽ എന്ന ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്താൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ A to Z ഇൻഫോ വിടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.